إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا بسم الله الرحمن الرحيم ولا تقولن لشيء إني فاعل ذلك غدا إلا أن يشاء الله واذكر ربك إذا نسيت وقل عسى أن يهديني ربي لأقرب من هذا رشدا رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ സർവ്വലോകരക്ഷിതാവായ റഹ്മാനായ റബ്ബിന്റെ ആജ്ഞകളും നിർദ്ദേശങ്ങളും യഥോചിതം പാലിച്ചു മുന്നോട്ട് പോകണമെന്ന് പറയുന്ന എന്നോടും കേൾക്കുന്ന ഓരോരുത്തരോടും ഗൗരവത്തിൽ സൂചിപ്പിക്കുകയാണ്. റഹ്മാനായ റബ്ബ് അവന്റെ ദീനിനെ പരിപൂർണാർത്ഥത്തിൽ ഉൾക്കൊള്ളുവാനും ഈമാൻ കിട്ടി മരിക്കുവാനും സ്വർഗത്തിൽ ആദ്യാവസരത്തിൽ തന്നെ സ്വർഗപ്രവേശനം ലഭിക്കുവാനും ഒക്കെയുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും റഹ്മാനായ റബ്ബ് അവന്റെ ഔദാര്യത്തിൽ നിന്നും കനിഞ്ഞു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുഹൃത്തുക്കളെ, ഒരു വിശ്വാസി വ്യത്യസ്തങ്ങളായ സന്ദർഭങ്ങളിലായി തന്റെ സംസാരത്തിൽ പകർത്തേണ്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ധാരാളക്കണക്കിന് പ്രയോഗങ്ങളുണ്ട്. അതൊന്നും വിട്ടുപോകാതെ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെതായ അനുഗ്രഹങ്ങളും അതെങ്ങാനും നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ അതിൻ്റെ തിക്തഫലങ്ങളും നാം അനുഭവിക്കേണ്ടി വരും. ആ നിലക്ക് വളരെ ഗൗരവത്തിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മുടെ സംസാരത്തിൽ ഉൾപ്പെടുത്തണമെന്ന് നിഷ്കർഷിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രയോഗമാണ് ഇൻഷാ അല്ലാഹ് എന്ന് പറയുന്നത്. മഹാരഥന്മാരായ മുൻഗാമികളുടെ സംസാരത്തിലൊക്കെയും അത് കൊണ്ടു നടന്നിരുന്നു എന്നതാണ് മുൻകാല ചരിത്രങ്ങളൊക്കെ വിശുദ്ധ ഖുർആനിൽ പരാമർശിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്നത്. മഹാനായ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിയെ അദ്ദേഹത്തിന്റെ ചരിത്രം ആവർത്തിച്ച് കേട്ടുകൊണ്ടേയിരിക്കുന്ന ഒരു സമയത്ത് കൂടെയാണ് നമ്മളുള്ളത്. അറുക്കാൻ കൊണ്ടുപോകുന്ന ഒരു സമയം നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ട്. ആ സമയത്ത് അദ്ദേഹം പറയുന്ന വാക്ക് നമുക്ക് കാണാം, സത്തജിദുനി ഇൻഷാ അല്ലാഹ് മിനസ്സാബിരീൻ. അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ ഞാൻ ക്ഷമാലുക്കൾ പെടുന്നവരായിക്കൊണ്ട് നിങ്ങൾക്ക് കാണാമെന്നാണ്. മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം 8-10 വർഷത്തിന്റെ ആടിനെ മേക്കാം എന്ന കരാറാണ് അവരുടെ മഹറായി കൂടെ നിശ്ചയിക്കുന്നത്.
ആ കരാറിൽ ഏർപ്പെടുന്ന സമയത്തും അദ്ദേഹം നടത്തുന്ന പ്രയോഗങ്ങളിൽ വിശുദ്ധ ഖുർആൻ പറയുകയാണ്, സത്തജിദുനി ഇൻഷാ അല്ലാഹ് മിനസ് സ്വാലിഹീൻ. മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മിസ്റിലേക്ക് തന്റെ മാതാപിതാക്കളെ കൊണ്ടുവരാൻ പോകുന്ന സമയത്ത് അവരോട് അങ്ങോട്ടേക്ക് പ്രവേശിച്ചോ എന്ന് പറയുന്ന സമയത്ത് അവിടുന്ന് അങ്ങ് തുടങ്ങി. നമ്മുടെ പ്രവാചകന്മാരുടെ എല്ലാം ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോഴൊക്കെ എല്ലാവരുടെയും സംസാരങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രയോഗമാണ് ഇൻഷാ അല്ലാഹ് എന്ന് പറയുന്നത്. എന്നാൽ ഇന്ന് പലപ്പോഴും സ്ഥാനത്തും അസ്ഥാനത്തുമൊക്കെ അത് പ്രയോഗിക്കുക നമുക്ക് കാണാൻ കഴിയും. അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഗൗരവമില്ലാതെ എപ്പോഴാണത് പറയുക എന്നോ പറഞ്ഞാലുള്ള അതിൻ്റെ ഒരു ഗൗരവത്തെക്കുറിച്ചോ ഒന്നും അറിയാതെ അതങ്ങനെ ഉപയോഗിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. സുഹൃത്തുക്കളെ, ഒരിക്കലും അതൊരു കേവലം വാക്കായിക്കൊണ്ട് നമ്മൾ പരിഗണിക്കരുത് എന്നുള്ളതാണ് സൂചിപ്പിക്കുവാൻ. അതിൻ്റെ ഒരു പ്രാധാന്യവും അതിനൊരു മഹത്വവും ശരിക്കും നമ്മൾ ബോധ്യപ്പെടണം. അതൊരു വിശ്വാസത്തിൽ നിന്നും പുറത്തേക്ക് വരുന്നൊരു പ്രഖ്യാപനമാണ് യഥാർത്ഥത്തിൽ ഇൻഷാ അല്ലാഹ് എന്ന് പറയുന്നത്. എന്താണ് അതിന്റെ അർത്ഥം? അതിന്റെ അർത്ഥം അള്ളാഹു ഉദ്ദേശിച്ചാൽ എന്നാണ്. ഇൻഷാ അല്ലാഹു എന്നാണ്. അഥവാ അള്ളാഹു ഉദ്ദേശിച്ചാൽ. എന്താപ്പാ പറഞ്ഞത്? ഞാനൊരു കാര്യം ചെയ്യും, അള്ളാഹുവിന്റെ ഉദ്ദേശമുണ്ടെങ്കിൽ. ഞാൻ എത്ര അതിനു വേണ്ടി ഒരു കാര്യത്തിന് വേണ്ടി തയ്യാറായാലും, എത്ര എൻ്റെ മാൻ പവറും എൻ്റെ അറിവും എൻ്റെ സമ്പത്തും ഒക്കെ അതിൻ്റെ പിന്നിൽ വിനിയോഗിക്കാൻ ഞാൻ റെഡിയാണെങ്കിലും അത് അള്ളാഹു ഉദ്ദേശിച്ചെങ്കിലേ അത് നടക്കുകയുള്ളൂ. പരിപൂർണമായ ഒരു തുറവി തരേണ്ടത് അവനാണ്. എനിക്കതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കാനേ കഴിയുകയുള്ളൂ എന്നൊരു വിനയം കലർന്ന വല്ലാത്തൊരു പ്രഖ്യാപനമാണ് അത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് സുഹൃത്തുക്കളെ, എപ്പോഴാണ് നമ്മൾ പറയേണ്ടത്? ഭാവിയിൽ നമ്മൾ എന്തൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടോ അത് ചെയ്യാൻ തീരുമാനിക്കുമ്പോഴൊക്കെ നമ്മൾ പറയണം. ഇന്നലെ കഴിഞ്ഞൊരു കാര്യത്തെക്കുറിച്ച് പറയും ഇൻഷാ അല്ലാഹ് അതിന് പ്രസക്തിയില്ല. ഭാവിയിൽ നമ്മൾ ഈ കാര്യം ചെയ്യാൻ നമ്മൾ തീരുമാനിക്കുകയും നമ്മൾ പ്രഖ്യാപിക്കുമ്പോൾ അത് പറയാൻ നമുക്ക് കഴിയണം. വിശുദ്ധ ഖുർആൻ ഇന്ന് നമ്മൾ ഓതി വെച്ച സൂറത്തുൽ കഹ്ഫിൽ പോലും ആ ഒരു വാക്ക് വളരെ ഗൗരവത്തിലാണ് സൂചിപ്പിക്കുന്നത്. വലാ തഖൂലന്ന ലിശൈഇൻ ഇന്നി ഫാഇലുൻ ദാലിക ഗദാ. ഞാൻ നാളെ അത് ചെയ്യാമെന്ന് നിങ്ങൾ പറയരുത്. ഞാനത് നാളെ ചെയ്തോളാം, ഞാൻ ഇന്ന സമയത്ത് അവിടെ എത്തിക്കോളാം, ഞാൻ ആ കാര്യം ഏറ്റെടുത്തിട്ടുണ്ട്, അതൊക്കെ റെഡിയാകും എന്ന് മാത്രം നിങ്ങൾ പറയരുത്. എങ്ങനെ ആയിക്കൊണ്ടല്ലാതെ ഇല്ല അയ്യശാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിച്ചാലല്ലാതെ എന്നൊരു വാക്കു കൂടെ അതിൻ്റെ കൂടെ ചേർത്തിയിട്ടല്ലാതെ നാളെ ഒരു കാര്യം ഞാൻ പ്രവർത്തിക്കാമെന്ന് നിങ്ങൾ പറയരുത് എന്നാണ്. സുഹൃത്തുക്കളെ, ഈ ആയത്ത് ഇറങ്ങാൻ ഒരു കാരണമുണ്ട്. യഥാർത്ഥത്തിൽ മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിച്ചൊരു ഘട്ടമുണ്ട്. എന്താ അറിയോ? പ്രബോധനത്തിന്റെ ആദ്യ നാളുകളിൽ മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന കാര്യത്തെ സത്യമാണോ അല്ലേ എന്ന് പരീക്ഷിക്കാനോ, അതല്ല എങ്കിൽ പിന്നെ മുശ്രിക്കുകൾ പ്രവാചകനോട് വന്ന് പല പല ചോദ്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് ഇടങ്ങറാക്കുന്ന ഒരു ശൈലി ഉണ്ടായിരുന്നു. അങ്ങനെ ഇവർക്ക് കുറച്ച് വെറൈറ്റി ചോദ്യങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് അവർ ജൂതന്മാരെ സമീപിക്കുന്നുണ്ട്. ജൂതന്മാർക്ക് അഹ്ലു കിതാബിൽ പിന്നെ അവരുടെ മുൻകാല വേദങ്ങളിൽ അറിവുള്ളത് കൊണ്ട് തന്നെ അവർ അതുമായി ബന്ധപ്പെട്ട് ചില ചോദ്യങ്ങൾ പറയാൻ വേണ്ടി ആവശ്യപ്പെട്ടു. നിങ്ങൾ മുഹമ്മദിനോട് പോയിട്ട് റൂഹിനെ കുറിച്ച് ചോദിക്കണം, അതേപോലെ തന്നെ ഗുഹാവാസികളെ കുറിച്ച് ചോദിക്കണം, ദുൽഖർനൈനിനെ കുറിച്ചൊക്കെ ചോദിക്കണം. അത് ചോദിക്കുമ്പോൾ അതിന് അദ്ദേഹത്തിന് മറുപടി പറയാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം അദ്ദേഹം സത്യസന്ധൻ തന്നെയാണ്, അദ്ദേഹം സാക്ഷാൽ പ്രവാചകൻ തന്നെയാണ് എന്ന് നിങ്ങൾക്ക് ഉറപ്പിക്കാമെന്നാണ്. അവർ വലിയൊരു അവസരമായി കൊണ്ട് പ്രവാചകനിലേക്ക് വന്നുകൊണ്ട് ചോദിച്ചു, മുഹമ്മദേ, നിനക്കറിയുമോ റൂഹിനെ കുറിച്ച്? നിനക്കറിയുമോ അസ്ഹാബുൽ കഹ്ഫിനെ കുറിച്ച്? നിനക്കറിയുമോ പിന്നെ ദുൽഖർനൈനിനെ കുറിച്ച്? അതുവരെ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെക്കുറിച്ച് കേട്ടുകേൾവി പോലുമില്ല. കാരണം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുൻപ് വഹി ഇറങ്ങാത്തതിനപ്പുറത്തേക്ക് ഒന്നും അറിയില്ല. തീർത്തും നിരക്ഷരനായ, പേര് പോലും സ്വന്തമായി എഴുതാൻ അറിയാത്ത നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹയിന്റെ മുഖേനയല്ലാതെ പറയാൻ കഴിയുകയില്ല. അപ്പോ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഞാൻ നാളെ പറഞ്ഞുതരാം എന്നൊരു വാക്യേ പറഞ്ഞുള്ളൂ. നബിക്ക് അറിയാം എന്ത്
ഇത് പ്രബോധനത്തിന്റെ, ഇസ്ലാമിന്റെ സത്യസന്ധതയെ ചോദ്യം ചെയ്യുന്ന സന്ദർഭമാണ്. എന്നെ ഒരിക്കലും പടച്ചോൻ കൈവടിയില്ല, ഇത് പറഞ്ഞ ഉടനെ തന്നെ ജിബ്രീൽ എന്റെ അടുക്കൽ വരും എന്ന ഒരു പ്രത്യാശയോടുകൂടെ, പ്രതീക്ഷയോടുകൂടെ അള്ളാന്റെ ദീന് വേണ്ടിയിട്ടാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ സംസാരിച്ചത്. പക്ഷേ ഇൻഷാ അല്ലാഹ് എന്നൊരു വാക്ക് നബി പറഞ്ഞില്ല. അതിലൊരു വലിയ പാഠം പഠിപ്പിക്കാൻ ഒരു പക്ഷെ റഹ്മാനായ റബ്ബ് മറപ്പിച്ചതായിരിക്കാം. ഫലത്തിൽ പ്രവാചകൻ ആ വാക്ക് ഉപയോഗിച്ചില്ല. പിറ്റേ ദിവസം മുശ്രിക്കുകൾ വന്നുകൊണ്ട് ചോദിച്ചു, മുഹമ്മദ് എവിടെയാണ് ഇന്നലെ ചോദിച്ച ചോദ്യത്തിന് മറുപടി? പ്രവാചകൻക്ക് മറുപടിയില്ല. ജിബ്രീൽ വന്നില്ല, നാളെയാക്കാന്ന് പറഞ്ഞു. പിറ്റേ ദിവസം അവർ വന്നു. പ്രവാചകൻ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും 15-40 ദിവസത്തോളം പിന്നെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വഹയുമായി വന്നില്ല എന്നാണ്. പ്രവാചകനാകെ നിരാശയിലായി. അടുത്തൊരു സ്റ്റെപ്പ് എനിക്ക് ചവിട്ടാൻ പറ്റാത്ത മന്ദഗതിയിലായി പ്രവാചകന്റെ കാര്യങ്ങൾ. എല്ലാവരും കളിയാക്കൽ ആരംഭിച്ചു. മുശ്രിക്കുകൾ വലിയ വായിൽ അത് ഏറ്റെടുത്തു. അവർ ആഘോഷ തിമിർപ്പിലേക്ക് കാലെടുത്തു വെച്ചു. അവർ പിന്നെ മൃഗങ്ങളെ പോലും അറുത്ത് പിന്നെ ആഘോഷം പങ്കിടുന്ന വേളയിലാണ് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വഹയുമായി കൊണ്ട് ദിവസങ്ങൾക്ക് അപ്പുറത്ത് വരുന്നത്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്, എന്താണ് ജിബ്രീൽ, എത്ര സമയമായി, എത്ര ദിവസമായി ഞാൻ വെയിറ്റ് ചെയ്യുന്നു, എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്ന മറുപടി വിശുദ്ധ ഖുർആനിൽ വമാ നതനസ്സലു ഇല്ലാ ബിഅംരി റബ്ബിക ലഹ, നിന്റെ രക്ഷിതാവിന്റെ കൽപ്പനയില്ലാതെ ഞങ്ങൾക്ക് വരാൻ കഴിയുകയില്ലല്ലോ. ജിബ്രീലിന് വരണമെങ്കിൽ, ജിബ്രീലിന് അതിൽ ഇടപെടണമെങ്കിൽ അള്ളാന്റെ കൽപ്പന വേണ്ടേ? പക്ഷെ അള്ളാന്റെ കൽപ്പന അവിടെ പിന്നെ അവിടെ തടയപ്പെട്ടിരിക്കുകയാണ്. എന്തേ കാരണം? ഇൻഷാ അല്ലാ എന്നൊരു വാക്ക് ഭാവിയിൽ ഞാനത് ചെയ്യാമെന്ന് പറയുന്നിടത്ത് മറന്നുപോയത് കൊണ്ടാണ്. നോക്കൂ നിങ്ങൾ, ദീനിന്റെ സത്യസന്ധത ചോദ്യം ചെയ്യപ്പെടുന്ന ഘട്ടത്തിൽ പോലും, ഉടനടി അള്ളാന്റെ സഹായം ഇറങ്ങേണ്ട ഘട്ടത്തിൽ പോലും അള്ള കൈവിടാനുള്ള കാരണം ഇൻഷാ അല്ലാ എന്നൊരു വാക്ക് പറയാത്തത് കൊണ്ടാണ്. ഇത് അള്ളാഹുവിനോടുള്ള മര്യാദയാണ് സുഹൃത്തുക്കളെ. മഹാനായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട് ഈ ആയത്തിനെ വിശദീകരിക്കുമ്പോൾ, ഹാദാ ഇതുണ്ടല്ലോ, ഇപ്പൊ നമ്മൾ കേട്ട സംഭവം ഉണ്ടല്ലോ, ഇർഷാദു മിനല്ലാഹി തആല ലി റസൂലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇലൽ അദബി ഫീമാ ഇദാ അസ്മ അലാ ഷൈഇൻ ലിയഫ്അലഹു ഫിൽ മുസ്തഖ്ബിൽ. ഭാവിയിൽ ഒരു കാര്യം ചെയ്യാമെന്ന് ആരെങ്കിലും തീരുമാനിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഒരു അദബുണ്ട്, അവിടെ ഒരു മര്യാദയുണ്ട്. ഏതാ? അയ്യറുദ്ദ ദാലിക ഇലാ മശീഅത്തില്ലാഹി അസ്സ വജല്ല, അതിനെ റഹ്മാനായ റബ്ബിന്റെ ഉദ്ദേശത്തിലേക്ക് അങ്ങോട്ട് മാറ്റി കൊടുക്കാൻ കഴിയണം. ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് റഹ്മാനായ റബ്ബിന്റെ കൽപ്പനയുണ്ടെങ്കിൽ, അള്ളാന്റെ ഉദ്ദേശമുണ്ടെങ്കിൽ അത് നടക്കും, ഇല്ലേ അത് നടക്കൂല എന്ന അർത്ഥം, എന്ന ആശയം വരുന്ന ഇൻഷാ അല്ലാ എന്ന വാക്ക് അവിടെ പറയുക എന്നുള്ളത് ഒരു മര്യാദയാണ് എന്നാണ്. ഈ വാക്ക് പറയാത്തതിന്റെ പേരിൽ വലിയ ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടിട്ട് മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വല്ലത്തു വസ്സലാം കാര്യം തീരുമാനിച്ചു. എന്താണെന്നറിയോ? മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ് നമുക്ക് കാണാൻ കഴിയും. സുലൈമാൻ നബി അലൈഹി സ്വല്ലത്തു വസ്സലാം പറഞ്ഞൊരു പ്രഖ്യാപനം എന്താ? ഖാല സുലൈമാനു ലഅതൂഫന്ന ലൈലത അലാ 90 ഇംറഅതൻ. സുലൈമാൻ നബി അലൈഹി സ്വല്ലത്തു വസ്സലാമക്ക് 90 ഭാര്യമാരുണ്ട്. 90 ഭാര്യമാരെയും ഇന്നത്തെ രാത്രി ഞാൻ പ്രാപിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, കുല്ലുഹുന്ന തഅതി ബിഫാരിസിൻ യുജാഹിദു ഫീ സബീലില്ലാഹ്. എന്റെ എല്ലാ ഭാര്യമാരെയും ഞാൻ പ്രാപിക്കും, അവരിൽ നിന്നെല്ലാം എനിക്ക് മക്കളുണ്ടാകും, എല്ലാവരും അള്ളാഹുവിന്റെ മാർഗത്തിൽ പോരാടുന്ന മുജാഹിദുകളായിക്കൊണ്ട് അവർ മാറുക തന്നെ ചെയ്യുമെന്നാണ്. പക്ഷെ ആ പ്രഖ്യാപിക്കും ലക്ഷ്യം എത്ര നല്ലതാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ എനിക്ക് സന്താനങ്ങൾ ഉണ്ടാകണമെന്ന് കരുതിയിട്ടാണ് അദ്ദേഹം ആ പണിക്കൊരുങ്ങുന്നത്. പക്ഷെ പറയാൻ വിട്ടുപോയി ഇൻഷാ അല്ലാ എന്നുള്ളത്. എന്നിട്ട് ഹദീസ് നമുക്ക് കാണാൻ കഴിയും, ഫതാഫ അലൈഹിന്ന ജമീഅൻ, എല്ലാവരെയും അദ്ദേഹം പറഞ്ഞതുപോലെ ഭാര്യ ഭർത്തൃ ബന്ധം നടന്നു. ഫലം യഹ്മിൽ മിൻഹുന്ന ഇല്ല ഇംറഅത്തുൻ വാഹിദ, ഒരൊറ്റ സ്ത്രീ മാത്രമാണ് അതിൽ നിന്നും ഗർഭം ധരിച്ചത്. ആ കുട്ടിയാണെങ്കിലോ അംഗവൈകല്യത്തോടു കൂടെയാണ് പുറത്തേക്ക് എത്തിയത് എന്നതാണ്. ഒരു മുജാഹിദിന് ഉണ്ടാകേണ്ട, ധർമ്മസമരത്തിൽ ഏർപ്പെടാനുള്ള ക്വാളിറ്റികളൊന്നുമില്ലാത്ത ഒരെണ്ണത്തെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തത്. ഇത് പറയുമ്പോൾ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യ നാളുകളിൽ കേട്ട അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച പാഠം മനസ്സിലാക്കിയ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൗ ഖാല ഇൻഷാ അല്ലാഹ്
അത് പറയുന്ന സമയത്ത് ലക്ഷ്യമെത്ര നന്നായിട്ടും ഈ വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ അവർ എല്ലാവരും അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്ന നല്ല യോദ്ധാക്കളെ അദ്ദേഹത്തിന് ലഭിക്കുമായിരുന്നു എന്നാണ്. നോക്കൂ നിങ്ങൾ, ആ ഒരു പദം ഉപയോഗിക്കാത്തതിന്റെ പേരിൽ ലക്ഷ്യമെത്ര നന്നായിട്ടും കാര്യമില്ല എന്നതാണ് മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ പഠിപ്പിക്കുന്നത്, അല്ലേ? നോക്കൂ നിങ്ങൾ, യഅജൂജ് മഅജൂജ് അന്ത്യനാളിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വലിയ അടയാളങ്ങളുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഇസ്ലാം പഠിപ്പിക്കുന്ന, നമ്മളെല്ലാവരും വിശ്വസിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ് യഅജൂജ് മഅജൂജിന്റെ ആഗമനം എന്നുള്ളത്. യഅജൂജ് മഅജൂജ് എപ്പോഴാ വരികയെന്നറിയോ? എപ്പോഴാ വരിക? അവസാന സമയത്താണ് വരിക. പക്ഷെ ആ വരാനുള്ള പണി അവൻ ഡെയിലി എടുക്കുന്നുണ്ട്. എല്ലാ ദിവസവും അവന്റെ പണി നടക്കുന്നുണ്ട്. മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഇന്ന യഅജൂജ വമഅജൂജ യഹ്ഫറൂന കുല്ല യൗമിൻ. എല്ലാ ദിവസവും അവരെ ബന്ധിക്കപ്പെട്ട ആ ഒരു ഭാഗം അവർ തുരന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അവരൊരു കെട്ടിൽ പിന്നെ അവരെ അടച്ചിരിക്കുകയാണ്. അവർ അതിങ്ങനെ തുരന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അങ്ങനെ അവസാനം പിന്നെ സൂര്യത്തിന്റെ രശ്മികൾ ഇങ്ങനെ കാണുന്ന, അഥവാ ഒരു മഗ്‌രിബിയോട് അടുക്കുന്ന സമയത്ത് അവർ പറയും, നമുക്കിനി ബാക്കി നാളെ തുരക്കാമെന്നാണ്. ആ കെട്ടങ്ങട് പൊട്ടിയാലാണ് അവർക്ക് വരാൻ കഴിയുക. അപ്പൊ രാവിലെ മുതൽ വൈകുന്നേരം വരെ അത് പൊളിക്കാൻ വേണ്ടിയുള്ള അധ്വാനങ്ങളിലായിരുന്നു അവർ. അവസാനം എത്തുന്ന സമയത്ത് പറയും, ഇനി നിങ്ങൾ പൊയ്ക്കോ, നമുക്ക് നാളെയാക്കാം എന്നാണ്. അവിടെ എന്ത് പറഞ്ഞില്ല? ഇൻഷാ അല്ലാഹ് എന്ന് പറയുന്നില്ല. അങ്ങനെ അവർ ഖിയാമത്ത് നാളിന്റെ അവസാന ഘട്ടം വരെയും വരികയാണ്. മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, പിറ്റേ ദിവസം രാവിലെ അവർ വരുമ്പോൾ ഫയുഈദുഹുല്ലാഹു അശദ്ദ മാ കാന, ഇന്നലെ ഉണ്ടായിരുന്നതിനേക്കാൾ ശക്തമായ രൂപത്തിലേക്ക് അതിനെ അള്ളാഹു മടക്കിയിട്ടുണ്ടാകുമെന്നാണ്. അപ്പൊ എന്തായി? ഇതുവരെ എടുത്ത പണി മുഴുവനും ബാത്തിലായി. ഇനി അവർ ആദ്യം മുതൽ തുടങ്ങണം. അങ്ങനെ അവർ ആദ്യം മുതൽ വീണ്ടും തുടങ്ങും. അങ്ങനെ ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും വർഷങ്ങളും മേൽക്ക് മേൽ കടന്നുപോയിക്കൊണ്ടേയിരിക്കും. അവർക്കൊരിക്കലും അത് പൊട്ടിക്കാൻ കഴിയുകയില്ല. അങ്ങനെ അവസാനമാകുമ്പോൾ അവർ പറയും, അവർ പറയും, ഇനി നമുക്ക് ഇൻഷാ അല്ലാഹു തആല, ഇനി നമുക്ക് നാളെ ബാക്കി നമുക്കത് തുരക്കാം എന്നവർ പറയുമ്പോൾ അവസാന ഘട്ടത്തിൽ അവർ പറയും ഇൻഷാ അല്ലാഹ് എന്ന്. ആ സമയത്താണ് അവർ ഇന്നലെ ആ പണി അവസാനിപ്പിക്കുമ്പോൾ ഏതൊരവസ്ഥയിലായിരുന്നു അത് ഉണ്ടായിരുന്നത്, അതേ അവസരത്തിലേക്ക് പിറ്റേ ദിവസം വരുമ്പോൾ അവർക്കത് കാണാൻ കഴിയുമെന്നാണ്. അന്നാണ് അവർക്ക് അതുവരെ എടുത്ത പണിയുടെ ഫലം ലഭിക്കുക എന്നും ആ സമയത്താണ് അവർ പുറത്തേക്ക് വരിക എന്നുമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ച ഇൻഷാ അല്ലാഹ് എന്ന് പറയുന്ന വാക്ക് അതൊരു മഹത്തരമായൊരു ആദർശത്തിന്റെ പ്രഖ്യാപനമാണെന്ന് മനസ്സിലാക്കി എന്തൊരു കാര്യം ചെയ്യാൻ ഒരുങ്ങുമ്പോഴും, എത്ര നല്ല കാര്യത്തിന് വേണ്ടി ഇറങ്ങിയാലും, ചിലപ്പോൾ ഒരു പള്ളി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ പറയുക, എന്തൊരു നല്ലൊരു കാര്യത്തിന് വേണ്ടി നമ്മൾ പറയുമ്പോഴും ഞാനിത് ഇറങ്ങാം, ഞാനത് വരും, ഇന്നത് ശരിയാകും, ഇന്നത് ശരിയായിക്കോളും, നമുക്കണ്ട് ഇറങ്ങാം, ബാക്കിയൊക്കെ റെഡിയാകും, അങ്ങനെയല്ല പറയേണ്ടത്. നമുക്ക് ഇറങ്ങാം, ബാക്കിയെല്ലാം ശരിയാകും, ഇൻഷാ അല്ലാഹ് ഞാൻ 10 മിനിറ്റ് കൊണ്ട് അവിടെ എത്തും, ഇൻഷാ അല്ലാഹ് ഞാൻ 10 മിനിറ്റ് കൊണ്ട് അവിടെ എത്തും എന്നല്ല പറയേണ്ടത്, ഞാൻ 10 മിനിറ്റ് കൊണ്ട് അവിടെ എത്തും ഇൻഷാ അല്ലാഹ്. ചിലപ്പോൾ ഒരു മിനിറ്റ് കഴിയുമ്പോഴേക്കും റഹ്മാനായ റബ്ബ് പരീക്ഷിച്ചാലോ, നമുക്ക് പറയാൻ കഴിയോ? ഒന്നും പറയാൻ കഴിയില്ല. ഞാൻ അവിടെ നിങ്ങളൊക്കെ കാത്തിരിക്കുന്നുണ്ട്, നിങ്ങൾ എത്ര മണിക്ക് അവിടെ എത്തണം, ഞാൻ നിങ്ങളോട് എത്തുമ്പോൾ ഞാൻ അവിടെ ഉണ്ടാകും. പോരാ, ഇൻഷാ അല്ലാഹ്. ജീവിതത്തിൽ എവിടെയും അത് നമ്മൾ പറയാൻ മറക്കരുത് എന്നാണ് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. ഇനി എങ്ങാനും നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞതിൽ നാം മറന്നിട്ടുണ്ടെങ്കിൽ ഓർമ്മയായാൽ ഉടനെ പറയണമെന്നാണ് മഹാനായ ഇമാം ഷൗക്കാനി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്. നമ്മുടെ ഒരു കാര്യം പറഞ്ഞു, നമ്മൾ അവിടെ എത്തിക്കൊള്ളാന്നോ അല്ലെങ്കിൽ ഞാൻ എന്റെ വാക്കന്നെ ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞു, ഞാൻ അത് ഏറ്റെടുത്തു എന്നൊക്കെ പറഞ്ഞു, അല്ലേ?
പക്ഷെ നമ്മൾ എന്ത് പറഞ്ഞില്ല? ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞില്ല. പിന്നീട് നമുക്കത് ഓർമ്മ പഠിച്ചു, ഞാൻ അങ്ങനെ പറഞ്ഞു, പക്ഷെ ഇനി ഇൻഷാ അല്ലാഹ് പറയാൻ വിട്ടുപോയിട്ടുണ്ടല്ലോ എന്ന് എപ്പോഴാണോ നമുക്ക് ഓർമ്മ വരുന്നത്, ആ സമയത്ത് പറയണമെന്നാണ് മഹാരഥന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഐ ഇദാ നസിയതൽ ഇസ്തിസ്നാ ഫഖുൽ ഇൻഷാ അല്ലാഹ് സവാഉൻ കാനത്തിൽ മുദ്ദതു ഖലീലതൻ ഔ കസീറതൻ. അത് കുറച്ച് സമയത്തെ ഗ്യാപ്പാണെങ്കിലും കുറേ ഗ്യാപ്പ് വന്നിട്ടുണ്ടെങ്കിലും അത് പറയണമെന്ന് തന്നെയാണ് അവിടുന്ന് പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അതൊരു വലിയ പ്രഖ്യാപനമാണ്, നാം കൊടുക്കുന്നൊരു വാക്കാണെന്ന് മനസ്സിലാക്കി വളരെ ഗൗരവത്തിൽ നാം ചെയ്യുക. അത് പറയുമ്പോഴേ അതിൻ്റെ ഒരു പൂർത്തീകരണം അവിടെ നടക്കുകയുള്ളൂ. അത് പറയുക എന്നത് റഹ്മാനായ റബ്ബിന്റെ ഒരു മര്യാദയാണ്. തൊട്ടടുത്ത സെക്കൻഡിലുള്ള ഭാവിയെ കുറിച്ച് പോലും നമുക്ക് നമ്മുടെ കൈകളിൽ അല്ല അതുള്ളത് എന്ന വലിയൊരു പാഠമാണ്. അത് നമ്മൾ മനസ്സിലാക്കുക. അല്ലാമുൽ ഗുയൂബായ എല്ലാ ഗൈബിയായ കാര്യങ്ങളും അറിയിക്കുന്നത് റഹ്മാനായ റബ്ബാണ്. ഗൈബിയായ വിഷയത്തിൽ തൊട്ടപ്പുറത്ത് സെക്കൻഡ് നടക്കുന്ന ഒരു കാര്യത്തിലും നമുക്കൊരു റോളും ഇല്ല എന്ന വലിയൊരു പാഠം കൂടെ അതിലുണ്ട്. അതുകൊണ്ട് റഹ്മാനായ റബ്ബിലേക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ മടക്കി അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സംസാര രംഗത്ത് നാം ശീലിക്കേണ്ട ഇത്തരം മര്യാദകളെല്ലാം കൂട്ടുപിടിച്ച് അതിന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഇനി ലോകത്തും ആസ്വദിക്കുന്ന ആളുകൾ പെടാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക. റഹ്മാനായ റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീൻ വസ്തഗ്ഫിറു മിൻ കുല്ലി ദംബ് ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധികളും വിലക്കുകളും മാനിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. സുഹൃത്തുക്കളെ, ഒരു വിശ്വാസിയുടെ സ്വർഗ പ്രവേശനത്തിൽ നിർണായകമായ പങ്ക് വഹിക്കുന്ന ഇടമാണ് പള്ളികൾ എന്ന് പറയുന്നത്. അൽ മസ്ജിദു ബൈതു കുല്ലി തഖിയ്യിൻ. എല്ലാ മുത്തഖീങ്ങളുടെയും വീടെന്ന് ചോദിച്ചാൽ ആ പള്ളികളാണ് എന്നാണ് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. കാരണം അവനക്ക് തിരിച്ചു പോകുമ്പോൾ കൊണ്ടുപോകാൻ കഴിയും നന്മയുടെ ഹസനാത്തിലേക്ക് വലിയൊരു ശേഖരം എടുത്തു വെക്കാൻ കഴിയുന്ന ഒരുപാട് അവസരങ്ങൾ അവർക്ക് നേടിക്കൊടുക്കുന്ന ഒരു ഇടമാണ് പള്ളികൾ എന്ന് പറയുന്നത്. കഴിഞ്ഞൊരു ഖുത്ബയിൽ പോലും നമ്മൾ കേട്ടു, ഒരു ദിവസം ഹജ്ജിന്റെ കൂലി കിട്ടുന്ന ഒട്ടനേകം കർമ്മങ്ങൾ നാം പഠിച്ചു. അതിലെ സിംഹഭാഗവും പള്ളിയുമായി ബന്ധപ്പെട്ടതാണ് എന്നത് സുഹൃത്തുക്കളെ നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് നമുക്ക് ഏതായിരുന്നാലും അൽഹംദുലില്ലാഹ് അള്ളാഹുവിന് അല്പം വിശാലമായ സൗകര്യം തന്നെ നൽകിയിട്ടുണ്ട്. റഹ്മാനായ റബ്ബ് നിലനിർത്തി തരുമാറാകട്ടെ. നന്ദിയുള്ളവരാകണം സുഹൃത്തുക്കളെ നമ്മൾ. അതോടൊപ്പം തന്നെ ഇതിന്റെ ഒരു നല്ലൊരു മുന്നോട്ട് പോക്കിന് നമ്മളാൽ കഴിയുന്ന എല്ലാ നിലക്കുള്ള ഒരു പ്രാർത്ഥനയും സാമ്പത്തികമായി എങ്ങനെയൊക്കെ ഇതിന്റെ കൂടെ നമുക്ക് നിൽക്കാൻ പറ്റുമോ അതെല്ലാം നമ്മുടെ ചിന്തയിൽ ഉണ്ടാകണം എന്നുള്ളതാണ് സൂചിപ്പിക്കുവാനാണ്. യഥാർത്ഥത്തിൽ ഒരു നാട്ടിൽ പള്ളി ഉയരുക എന്ന് പറഞ്ഞാൽ അത് നിസ്കരിക്കാനുള്ള ഒരു സ്ഥലം, തറാവീനൊക്കെ വന്നിങ്ങനെ പോകാത്ത സ്ഥലം എന്ന് മാത്രമല്ല. ഒരു നാട്ടിലൊരു പള്ളി ഉയരുമ്പോൾ അവിടെ ദീനാണ് യഥാർത്ഥത്തിൽ ഉയരേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. യഥാർത്ഥത്തിലുള്ള അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയങ്ങളും അതിന്റെ ആ ഒരു ആദർശങ്ങളും എത്താത്ത ഒട്ടനേകം സ്ഥലങ്ങളും ഇടങ്ങളും നമ്മുടെ കേരളക്കരയിൽ ഉണ്ട്. അൽഹംദുലില്ലാഹ് ഇന്ന് അതിനുള്ള സാഹചര്യങ്ങൾ അഥവാ യഥാർത്ഥത്തിലുള്ള ഇസ്ലാമിന്റെ ആദർശം നമുക്ക് എത്തിക്കുവാനുള്ള നെട്ടോട്ടത്തിലാണ്. അത് മനസ്സിലാക്കിയ ആദർശ രംഗത്ത് പ്രബോധകന്മാർ അഖിലവും. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും കൂടുതൽ നമുക്ക് കൂലി കിട്ടുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ എവിടെയാണോ പങ്കെടുക്കുക അവിടെ ഒരു പള്ളി വരുമ്പോൾ സ്വാഭാവികമായിക്കൊണ്ട് ഇതിന്റെ കൂലി ഇരട്ടിക്കുമെന്നതിൽ യാതൊരുവിധ സംശയവുമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വലിയൊരു അവസരം നമ്മളെ തേടിയെത്തിയിട്ടുണ്ട്. എന്തെന്ന് ചോദിച്ചാൽ തിരുവനന്തപുരം ജില്ലയിലെ തിരുവനന്തപുരം കൊല്ലം റൂട്ടിൽ ആലങ്കോട് എന്ന് പറയുന്ന സ്ഥലത്ത് ഹൈവേയുടെ സമീപത്തായി ഒരു 10.25 സെന്റ് സ്ഥലം അവിടെയുള്ള പ്രവർത്തകർ വാങ്ങാനുള്ള തീരുമാനത്തിലാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം അറിയാം, ഹൈവേ എന്നൊക്കെ പറയുമ്പോൾ അനവധി ആളുകൾ, വ്യത്യസ്ത ദേശങ്ങളിൽ നിന്നുള്ള ആളുകൾ നിരന്തരമായി പങ്കെടുക്കുന്ന ഒരു സ്ഥലം എന്നുള്ള നിലയ്ക്ക് അവിടെ ഇൻഷാ അല്ലാഹ് യഥാർത്ഥത്തിലുള്ള അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ കളങ്കമായ ആദർശത്തെ മിമ്പറുകളിൽ നിന്നും ആളുകൾക്ക് പഠിപ്പിക്കാൻ വേണ്ടി ഒരു പള്ളിയും സൗകര്യവും ഉണ്ടാക്കണം എന്നുള്ള നിലക്ക് അവിടെയുള്ള ആദർശ രംഗത്തെ സുഹൃത്തുക്കൾ
പ്രത്യേകം തീരുമാനിച്ചിട്ടുണ്ട്. ഒരു ഹൈവേ എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം, നാട്ടും പുറത്തൊരു സെന്റിന്റെ വില തന്നെ വലിയതാണ്. അവിടെ അവർക്കത് പള്ളിക്കായതുകൊണ്ട് തന്നെ ഒരു 17.5 ലക്ഷം രൂപക്കാണ് ഒരു സെന്റിന് വില ഇട്ടിട്ടുള്ളത്. ഏകദേശം രജിസ്ട്രേഷൻ ഫീസ് 2 കോടിയോളം രൂപയാണ് ആ 10 സെന്റ് സ്ഥലം അവർക്കൊന്ന് കൈമുതലാക്കാൻ വേണ്ടി മാത്രം ചെലവുള്ളത്. ഇനി ഒരു പള്ളി ഉയരണമെങ്കിൽ അതിക്ക് മീതയാണ് എന്നുള്ളത് വളരെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കുകയാണ്. അതുകൊണ്ട് അവർക്ക് സാധാരണക്കാരായ അങ്കുലി പരിമിതമായ ആളുകൾ മാത്രമുള്ള ഇടം എന്നുള്ള നിലയ്ക്ക് കേരളത്തിന്റെ വ്യത്യസ്തങ്ങളായ ഈ ആദർശത്തെ സ്നേഹിക്കുന്ന, ദീനിനെ സ്നേഹിക്കുന്ന, ഇതിന്റെ മഹത്വം അറിയുന്ന ആളുകളുടെ മുമ്പിലേക്ക് അവർ വരികയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി, മാർഗത്തിന് വേണ്ടി സുഹൃത്തുക്കളെ ഒരു പള്ളി ഉയർത്താൻ. ആ പള്ളി അവിടെ വരുമ്പോൾ എന്തൊക്കെ നന്മകളാണ് അതിനെ തുടർന്ന് റഹ്മാനായ റബ്ബ് അതിലൂടെ ഉദ്ദേശിച്ചുള്ളത് നമുക്ക് പറയാൻ കഴിയുകയില്ല. എത്ര പേർക്കാണ് ഒരു പക്ഷെ അവിടെ ഹിദായത്ത് ലഭിക്കുക എന്ന് പറയാൻ പറ്റില്ല. ഒരു പക്ഷേ അവിടെ നടക്കുന്ന ഒരു ഖുത്ബ റെക്കോർഡായ ഒരു യൂട്യൂബിലെ സോഷ്യൽ മീഡിയയിലേക്ക് പോകുമ്പോൾ അതിൽ 1000-10,000 കേൾക്കുമ്പോൾ ആർക്കാണ് റഹ്മാനായ റബ്ബ് തൗഹീദ് കൊടുക്കാന്ന് പറയാൻ പറ്റില്ല സുഹൃത്തുക്കളെ. അതുകൊണ്ട് എന്താ അറിയോ, നമുക്ക് എന്തെങ്കിലും കഴിയോ, നമുക്ക് കാര്യമായിട്ട് അതിലെന്തെങ്കിലും വെക്കാൻ കഴിയുമോ, അത് ഉണ്ടാക്കേണ്ട ഒരു സന്ദർഭത്തിലാണ് നമ്മൾ ഉള്ളത്. ഒരു സ്ക്വയർ ഫീറ്റിന് ഏകദേശം 4175 രൂപയാണ് അവർ കണക്കാക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ പള്ളിയുടെ പുറത്തുള്ള സൗകര്യം, ഇന്നത്തെ നമ്മുടെ കളക്ഷൻ അവർക്ക് വേണ്ടിയാണ് നമ്മൾ കൊടുക്കുന്നത്, അല്ല നമുക്ക് വേണ്ടിയാണ്, നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയാണ്. നമ്മുടെ ഖബറിലേക്ക് നല്ലൊരു ഓഹരി കൊണ്ടുപോകാനുള്ള വലിയൊരു അവസരത്തെ നല്ല നിലക്ക് നമ്മൾ അതിനെ ഏറ്റെടുക്കണം എന്നുള്ളതാണ് എന്നോടൊന്ന് പോലെ സൂചിപ്പിക്കുവാനുള്ളത്. റഹ്മാനായ റബ്ബ് അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി മരിക്കുവോളം സേവനങ്ങൾ ചെയ്യാൻ, അത് സാമ്പത്തികമായി കൊണ്ടാകട്ടെ, ശാരീരികമായി കൊണ്ട, മാനസികമായി കൊണ്ടാകട്ടെ, എങ്ങനെയാണെങ്കിലും അങ്ങനെ ഇതിന്റെ കൂടെ നിൽക്കുവാനും എല്ലാ സംരംഭങ്ങളിലും അള്ളാഹുവിന്റെ ദീനി എവിടെയെല്ലാം ഉയർന്നു വരുന്നുണ്ടോ അവിടങ്ങളിലെല്ലാം എന്റെ ഒരു ചെറുതെങ്കിലും ഒരു വിഹിതം ഉണ്ട് എന്ന് ഉറപ്പുവരുത്താൻ ഒരു സ്വാർത്ഥത മനോഭാവം അള്ളാഹുവിന്റെ ദീനുമായി ബന്ധപ്പെട്ട് നമുക്ക് എല്ലാവർക്കും വേണം. അതുകൊണ്ട് ഒരു അവസരത്തിന്റെ ഒരു മഹത്വം മനസ്സിലാക്കി ഇൻഷാ അള്ളാഹ് ആ പള്ളിയുടെ കളക്ഷന് വേണ്ടി നമ്മൾ പരമാവധി സഹകരിക്കണം എന്നുള്ളതാണ് സൂചിപ്പിക്കുവാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ ദീനിൽ അടിയുറച്ചു നിൽക്കുവാനും അതിന്റെ പ്രചാരകരാകുവാനും അള്ളാഹുവിന്റെ ദീന് എവിടെല്ലാം ഉയർന്നു വരുന്നുണ്ടോ അവിടങ്ങളിലെല്ലാം നമ്മുടെ ഒരു ഓഹരിയും കാത്തു സൂക്ഷിക്കുന്ന ഒരു വിശാലമായ മനസ്സുള്ള യഥാർത്ഥ മുവഹിദുകളിൽ, മുഅ്മിനുകളിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, അറിഞ്ഞും അറിയാതെയും വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകളും കുറ്റങ്ങളും വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾക്ക് മരണപ്പെട്ടു പോയിട്ടുള്ള ഞങ്ങളുടെ മാതാപിതാക്കൾ, കൂട്ടുകുടുംബക്കാർ, ആദർശ ബന്ധുക്കൾ എല്ലാവരുടെയും ഖബറുകളും വിശാലമാക്കി കൊടുക്കണമേ റഹ്മാനെ. നാളെ അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അറിയുന്ന, പഠിക്കുന്ന, മനസ്സിലാക്കുന്ന കാര്യങ്ങളൊക്കെ അടുത്ത സെക്കൻഡിൽ തന്നെ ജീവിതത്തിന്റെ ഭാഗമാക്കുവാനുള്ള വിശാലമായ തൗഫീഖ് റഹ്മാനായ റബ്ബേ ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുവേ, രോഗം കൊണ്ടും കടം കൊണ്ടും മറ്റു പല പ്രയാസങ്ങളെ കൊണ്ട് ഒരുപാട് ദുരിതങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കൾ, സഹോദരിമാരെല്ലാം ഉണ്ട്. അല്ലാഹുവേ, അവരുടെ എല്ലാവിധ പ്രയാസം ദൂരീകരിക്കണം റഹ്മാനെ. അവരുടെ ഹലാലായ മുറാദുകളെ നീ നടപ്പിൽ വരുത്തി കൊടുക്കണം റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين.